ശ്രീ ടി പി ജയചന്ദ്രൻ, ഇത് ഈ ക്യാമറ കണ്ണുകളിലൂടെയുള്ള ധ്യാനമാണ്, അതല്ലാതെ ഇതിന് ആത്മീയതയുടെ പരിവേഷം നൽകേണ്ട ആവശ്യമില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അവർ അതിൽ രാഷ്ട്രീയവും കാണുകയാണ്. ഒരു രാഷ്ട്രീയ ധ്യാനം എന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. മറുപടി. മഞ്ജുഷേ, ഗതികേട് കൊണ്ടാണ് അനൂപിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇത് സംസാരിക്കേണ്ടി വരുന്നത്. അദ്ദേഹം പ്രയോഗിച്ച വാക്കെന്താ? മതിഭ്രമം സംഭവിച്ചിരിക്കുന്നു. ആർക്കാണ് അനൂപെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് മതിഭ്രമമുള്ളത്? ആരാണിന്ന് പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നത്? ഒരുപക്ഷെ 4-ാം തീയതി ആകുമ്പോഴീ മതിഭ്രമത്തിന്റെ പാരമ്യതയിൽ കോൺഗ്രസ് നേതാക്കന്മാരെത്തുമെന്നതിന്റെ ആദിയല്ലേ ഇപ്പോൾ ഉള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളും ആത്മീയതയിൽ നടക്കാൻ പാടില്ല എന്ന് എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? യാതൊരു ഉളുപ്പുമില്ലാതെ നിങ്ങളല്ലേ ഇപ്പൊ ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ പോയിരിക്കുന്നത്? അദ്ദേഹത്തോട് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു കെ കരുണാകരൻ സാർ, നിങ്ങളുടെ മുരളീധരന്റെ പിതാവ്. നിങ്ങൾക്കറിയുമോ, എല്ലാ മാസവും 1-ാം തീയതി അദ്ദേഹം കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ സർക്കാരിന്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പോയിരുന്നു. ആരും അതിന്റെ അപാകതയും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഞ്ജുഷ, ഒരു കാര്യം ഞങ്ങൾ അടിവരയിട്ട് പറയാം: ഓരോ ശ്വാസത്തിലും രാജ്യമാണ് ഞങ്ങൾക്കുള്ളത്, ഓരോ പ്രവർത്തനത്തിലും രാജ്യമാണ് ഞങ്ങൾക്കുള്ളത്, ഓരോ നിമിഷവും ശ്വാസത്തിലും പോലും രാജ്യത്തെ നമ്മൾ കാണുന്നു. നോക്കൂ, ഇന്ന് ചിലർ വലിയ ആവേശത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മുസ്ലിങ്ങളെ മുറിച്ചു മാറ്റുന്ന കഥയാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. സർ, നിങ്ങൾക്ക് സ്ഥലകാല ഭ്രമവും മതിഭ്രമവും സംഭവിച്ചതിന് ഏറ്റവും വലിയ തെളിവല്ലേ? ആരാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ മുറിച്ചു മാറ്റാൻ ശ്രമിച്ചത് എന്ന് അനൂപിന്റെ പ്രായക്കുറവ് അദ്ദേഹത്തിന് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. അടിയന്തരാവസ്ഥയുടെ മറവിൽ രാഹുൽ ഗാന്ധിയുടെ പിതാവിന്റെ സഹോദരൻ സഞ്ജയ് ഗാന്ധി ഒരു വിഭാഗത്തിനെ ബലാത്കരണ പിടിച്ചുകൊണ്ടുപോയി അവരെ ഷണ്ഡീകരിച്ച് അവരെ ഭാരതത്തിന്റെ മുഖ്യധാരയിൽ ഈ ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളെ ഒന്നയവിറക്കുമ്പോൾ താങ്കൾ ഈ പദപ്രയോഗം നടത്തുമായിരുന്നോ? ഏതാണ്ട് 10,000-ഓളം സിഖ് വംശജരെ ഉന്മൂലനം ചെയ്ത കോൺഗ്രസ് നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത് രാജ്യത്തിലെ കോടതി പോലും ശിക്ഷിച്ച അനുഭവം ഉണ്ടാകുമ്പോൾ ഉന്മൂലനവും രാജ്യവിരുദ്ധതയും ഒക്കെ ആരുടെ കൈകളിലാണ്? ഒരു കാര്യം ഇവിടെ മഞ്ജുഷ വളരെ കൃത്യമാണ്, ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രതീക്ഷകളൊക്കെ കൈവെടിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ താങ്കൾ പറഞ്ഞ മാതിരി കേരളത്തിലെ മാധ്യമങ്ങൾ പോലും ടോണിൽ മാറ്റം വരുത്തി തുടങ്ങിയിരിക്കുന്നു. ആ 4-ാം ഘട്ടവും 5-ാം ഘട്ടവും ഒക്കെ ഉള്ള വാക്കുകളിൽ നിന്നും അതിനുവേണ്ടി അഹോരാത്രം രാപ്പകൽ തങ്ങളുടെ എനർജി ചെലവഴിച്ച ഇടതുപക്ഷ മാധ്യമ സിൻഡിക്കേറ്റുകളും ഇടതുപക്ഷ അവതാരകന്മാരും ഒക്കെ ഇപ്പോൾ അത്രയൊന്നും ഗൗരവമല്ല, അങ്ങനെയൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത് എന്ന് തുടങ്ങിയിരിക്കും. ഏതായാലും ഒരു കാര്യം ഞങ്ങൾ ഉറക്കെ പറയാം, ഇതേ മോദി 2019-ലും അദ്ദേഹം ധ്യാനിക്കാൻ പോയിരുന്നല്ലോ. അദ്ദേഹം ധ്യാനം മാത്രമല്ല, ഈ രാജ്യത്തിന്റെ തനതായതെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ ശ്വാസത്തിലുമുണ്ട്. നോക്കൂ, അദ്ദേഹം തന്നെയല്ലേ മറ്റൊരു കാര്യം കൂടി, ഈ രാജ്യത്തിന്റെ കണ്ണുകൾ മുഴുവൻ തന്നിലേക്ക് വരണം, അതായത് നിശബ്ദ പ്രചാരണ ദിവസവും അതിനൊരു പ്രത്യക്ഷ പ്രചാരണത്തിന്റെ കളർ നൽകണം. ഇത് മോദിയുടെ ഈ ധ്യാനത്തിനുണ്ട്. ഇതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അത് അവരുടെ സാധ്യതകളെ ദുർബലമാക്കുന്ന ഒന്നുകൂടിയാണെന്ന് അവർക്ക് തിരിച്ചറിവുമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് ഇത്തരത്തിലുള്ള എതിരഭിപ്രായങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. 2019-ലും ഉണ്ടായത്. അല്ലെ, അഭിപ്രായങ്ങൾ അവർ വെച്ച് പുലർത്തുന്നതിന് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. അതിന് അഭിപ്രായം എന്നതിനേക്കാൾ അസൂയ എന്ന പദമാണോ കുറെ കൂടെ യോജിക്കുക എന്നുള്ളതാണ് എന്റെ ചോദ്യം. പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ ദൃശ്യങ്ങൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. കന്യാകുമാരിയിൽ വിവേകാനന്ദ മണ്ഡപത്തിലേക്ക് നടന്നു കയറുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയം മുമ്പാണ്, ഏതാണ്ട് 6:45 അദ്ദേഹം വിവേകാനന്ദ മണ്ഡപത്തിലേക്ക് എത്തി. ആദ്യം അദ്ദേഹം ദേവി കന്യാകുമാരി ക്ഷേത്രത്തിൽ, ഭഗവതി അമ്മൻ കോവിൽ എന്നാണ് അറിയപ്പെടുന്നത്, അവിടെ ദർശനം നടത്തിയ ശേഷമാണ് പ്രത്യേക ബോട്ടിൽ അദ്ദേഹം വിവേകാനന്ദ പാറയിൽ വന്നിറങ്ങിയത്. അവിടെ സ്ഥിതി ചെയ്യുന്ന വിവേകാനന്ദ മണ്ഡപത്തിലേക്ക് അദ്ദേഹം കയറി വന്നതിന്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. ഇവിടെയാണ് അദ്ദേഹം ധ്യാനത്തിലിരിക്കുക. അവിടെ ഒരു ധ്യാന മണ്ഡപവുമുണ്ട്. അത് കന്യാകുമാരിയിൽ പോയവർക്കറിയാം, വിവേകാനന്ദ പാറയിൽ പോയവർക്കറിയാം. അവിടെ വിവേകാനന്ദ മണ്ഡപം സ്ഥിതി ചെയ്യുന്നു. തൊട്ടപ്പുറത്തായിട്ട് ശ്രീപാദ മണ്ഡപം സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയുള്ള ഈ ത്രിവേണി സംഗമ ഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇത്. അല്പസമയം മുമ്പത്തെ ദൃശ്യമാണ്. ഇപ്പോഴാണ് ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹം ധ്യാനത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അദ്ദേഹം ഈ വിവേകാനന്ദ പാറയിൽ സ്ഥിതി ചെയ്യുന്ന വിവേകാനന്ദ മണ്ഡപത്തിൽ അദ്ദേഹം 45 മണിക്കൂർ ധ്യാനത്തിലിരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ത്രിവേണി സംഗമ ഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിലായി എത്തുന്നതിന്റെ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ ടി പി ജയചന്ദ്രൻ, താങ്കൾക്ക് തുടരാം.
അല്ല ഇതേമാതിരി അനൂപെ ബഹുമാനപ്പെട്ട മഞ്ജുഷെ പലരും വേഷം കെട്ടി നോക്കിയിട്ടുണ്ട്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശരീരം മുഴുവൻ ഭസ്മം വാരിപ്പൂശി കാവി ഉടുത്ത് ദർശനം നടത്തിയ ആളുകൾ സ്വന്തം ഫോട്ടോ പോസ്റ്റ് ചെയ്ത് നോക്കി ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ എന്താണ് ചെയ്യുക? നരേന്ദ്രമോദി എന്ന് പറയുന്നത് അദ്ദേഹം എവിടെ ചെന്നാലും അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ ആളുകളുണ്ട്. അദ്ദേഹം വിദേശത്ത് പോയാൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ ആളുകളുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യയിൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ ആളുകളുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ സാധിക്കുക? മാത്രമല്ല നിങ്ങൾക്കറിയാമല്ലോ, വിവേകാനന്ദ പാറ എന്ന് പറയുന്നത് വിവേകാനന്ദ പാറ പോയവർക്കും ദർശിച്ചവർക്കും അറിയാം, അത് കേവലം ഒരു 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 അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു കേന്ദ്രമല്ല, ത്രിവേണി സംഗമമാണെന്ന് താങ്കൾ പറഞ്ഞു. ആ സ്ഥാപനത്തെ അവഗണിക്കാനും അവഹേളിക്കാനും ഒക്കെ ബോധപൂർവമായ ശ്രമമുണ്ടായി. മഞ്ജുഷെ, അവിടെ കാണാൻ പോയവർക്കറിയാം, ഏകനാഥ് റാനഡെ എന്ന് പറയുന്ന ഭാരതാംബയുടെ ഒരു വീരപുത്രനാണ് ആ സ്ഥലം ഇന്നത്തെ രൂപത്തിലേക്ക് മാറ്റിയത്. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അവിടെ കാണാൻ പോകുന്ന നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച കൂടിയുണ്ട് മഞ്ജുഷെ. അവിടെ നമുക്കറിയാം, ഭാരതത്തിലെ വളരെ പ്രഗത്ഭരായ പല ആളുകളുടെയും സഹായത്തോടു കൂടിയാണ് വിവേകാനന്ദ പാറയും അവിടുത്തെ ഈ നമ്മൾ പറയുന്ന പ്രദേശങ്ങളും ഒക്കെ പരിഷ്കരിച്ചതും അവിടെ ഡെവലപ്പ് ചെയ്തതും. പക്ഷേ നിങ്ങൾക്ക് തമിഴ്നാട് സർക്കാരിന്റെ പങ്കാളിത്തം അതിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്കതിൽ കർണാടക സർക്കാരിന്റെ സഹായം കാണാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ എത്ര തെരഞ്ഞാലും വിവേകാനന്ദ പാറ കാണാൻ പോകുന്നവർക്കറിയാം, നിങ്ങൾ എത്ര തെരഞ്ഞാലും നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഒരു സംഭാവനയും ഇല്ല എന്ന് അവിടുത്തെ ആ സംഭാവന നൽകിയ ആളുകളെ ലിസ്റ്റ് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് വിവേകാനന്ദ പാറയും ഇനി ലക്ഷദ്വീപിൽ വന്ന പ്രധാനമന്ത്രിയായാലും ഇന്ത്യയിലെ കേദർനാഥിൽ പോകുന്നവരായാലും ദീപാവലി ദിവസത്തിലെ രാജ്യത്തിലെ പട്ടാളക്കാരുടെ കൂടെ ഇരിക്കുന്ന പ്രധാനമന്ത്രിയായാലും അദ്ദേഹത്തിന്റെ ശ്വാസത്തിലും ഊണിലും ഉറക്കത്തിലും ഒക്കെ ഒരേ ഒരു മന്ത്രം മാത്രമേ ഉള്ളൂ: ഈ രാജ്യമാണ്, ഈ രാജ്യത്തിന്റെ ഉന്നതിയാണ്. അതിനുവേണ്ടി ലോകശ്രദ്ധ ഇന്ത്യയിലേക്ക് വരുത്തിക്കൊണ്ടുവരും. അത് യോഗയായാലും ഇതായാലും ഒക്കെ ചിലർ വേഷം കെട്ടി നോക്കും. അത് വേഷം കെട്ടായി മറ്റുള്ളവർ തള്ളിക്കറിയുമ്പോൾ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഈ അർത്ഥത്തിൽ വരുന്നത് ആ മനുഷ്യനെ ഇന്ത്യക്ക് അപ്പുറത്തുള്ള ആളുകളുടെ വിശ്വാസം ആർജിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു എന്നതിന്റെ തെളിവല്ലേ. ഏതായാലും പ്രതിപക്ഷം ഒരു കാര്യം തുറന്ന് സമ്മതിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ പറയുന്ന മുദ്രാവാക്യങ്ങളൊക്കെ അപ്പുറത്തേക്ക് ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. രാജ്യത്തിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുന്നതിൽ ഭാരതത്തിന് കഴിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രായോഗിക വക്താവാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഭാരതാംബയുടെ ഒരു പുത്രനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഊണിലും ഉറക്കത്തിലും ശ്വാസത്തിലും പ്രവർത്തനത്തിലും ഒക്കെ രാജ്യസ്നേഹം